പതിവ് പോലെ രാവിലെ തന്നെ ചെക്കനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവിട്ട് വന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ചെറിയൊരു പർച്ചേസിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ്. ഈ രണ്ട് ഐറ്റം മേടിക്കാൻ വേണ്ടിയാണ് നമ്മ പോയത്. അത് മേടിച്ച് വീട്ടിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മ നേരെ പോയത് മുടി വെട്ടാൻ വേണ്ടിയാണ് ട്ടാ. മുടി വെട്ടലേക്ക് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മ പുറത്തിറങ്ങുന്നത് രാത്രിയാണ്. രാത്രി ഇവിടെ കാണാനായിട്ട് പ്രത്യേക ഒരു ഭംഗിയാണ് ട്ടാ. സൗദികളുടെ ഒക്കെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സ് വിൽക്കുന്ന ഒരു ഷോപ്പിലോട്ടാണ് നമ്മ പോയത്. കഫീല് 2 ഷോൾ മേടിക്കാൻ പറഞ്ഞിരുന്നു. അത് മേടിച്ചുകൊണ്ട് കഫീലിനോട് കൊടുത്തിട്ട് നമ്മ നേരെ പോയത് ലുലുവിലോട്ടാണ്. ലുലുവിൽ കുറച്ചേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് അവിടെ നിന്ന് തന്നെ 1-2 ഡ്രസ്സൊക്കെ ഇട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി. പിന്നെ ഇങ്ങനെ നടക്കുമ്പോഴാണ് ഇത് ഈ ഒരു ഐറ്റം നമ്മളെ കണ്ണിൽ പെടുന്നത്. എന്താണെന്നറിയില്ല, ഇത് ചെറുപ്പം മുതൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വായിൽ വെള്ളം വരണ കാരണം അധികം നേരം അവിടെ നിന്നില്ല. അവിടെ നമ്മൾ നേരെ പോയത് ഈ ഒരു ഐറ്റത്തിന്റെ അടുത്തോട്ടാണ് ട്ടാ. ഈ ഒരു കേക്ക് നമ്മൾ ലുലുവിൽ പോയി കഴിഞ്ഞാൽ എപ്പോഴും മേടിക്കുന്ന ഒരു സാധനം ട്ടാ. ഇനി നിങ്ങളും മേടിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടാ. അത് കഴിഞ്ഞ് ഇങ്ങനെ നടക്കുമ്പോഴാണ് ഇത് ഈ ഒരു സാധനം കാണുന്നത്. മലയാളികൾ ഉണ്ടാക്കിയ ഒരു ബിയർ. മലയാളികൾ പൊള്ളിയാണല്ലേ, സാധനം കയ്യിലുണ്ടോന്നൊക്കെ അത് എഴുതിയിട്ടുണ്ട് ട്ടാ. അങ്ങനെ അത് മേടിച്ച് നേരെ റൂമിലോട്ട് പോന്നു. റൂമിലെത്തി ഒരു ബ്രോസ്റ്റഡും കഴിച്ച് ഇന്നത്തെ ദിവസം കൂടെ അവസാനിപ്പിച്ചു. അപ്പൊ ഓക്കെ, ബൈ.